നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഒരു പാർട്ടിക്കും വ്യക്തമായ വിജയം പ്രവചിക്കാൻ പറ്റാത്ത ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ കൂടാതെ കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ്. കാസർഗോഡിന്റെ അതിർത്തി മണ്ഡലമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കന്നഡയും തുളുവും കൊങ്കിണിയും ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിന് പുറമെ കന്നഡ, തുളു, കൊങ്കിണി, മറാഠി, ഉറുദു, ബ്യാരി തുടങ്ങി 7 ഭാഷകൾ കൊണ്ട് സമ്പന്നമാണ് കാസർഗോഡ് ജില്ല. പനത്തടി പഞ്ചായത്തിൽപ്പെടുന്ന കല്ലപ്പള്ളിയും ബളാൽ പഞ്ചായത്തിൽപ്പെടുന്ന കൊന്നക്കാട്, കോട്ടാഞ്ചേരി മലയോര മേഖലയും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ ഫാക്ടറിയും കാസർഗോഡാണുള്ളത്. 2019 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ടായിരുന്ന ആകെ സമ്മതിദായകർ 13,60,827 പേരായിരുന്നു. മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ലോക്സഭാ മണ്ഡലം ഉണ്ടായതു മുതൽ 4 തവണ കോൺഗ്രസിനൊപ്പം മണ്ഡലമുണ്ടായെങ്കിലും അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 1971 ഇപ്പോഴത്തെ സംസ്ഥാന രജിസ്ട്രേഷൻ മന്ത്രിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നായനാരും തമ്മിലായിരുന്നു മത്സരം. കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിലൂടെ മത്സരിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി CPM സ്ഥാനാർത്ഥിയായ ഇ കെ നായനാരെ 1,89,486 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് കന്നിയംഗം കുറിച്ചത്. 1977 വീണ്ടും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി CPMലെ എം രാമണ്ണ റായിയെ 2,27,305 വോട്ടിന് പരാജയപ്പെടുത്തി വെന്നിക്കൊടി പാറിച്ചു. 1980 നടന്ന തെരഞ്ഞെടുപ്പിലാണ് CPM കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി വിജയിക്കുന്നത്. CPMലെ എം രാമണ്ണ റായി ജനതാ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ഒ രാജഗോപാലിനെ 2,60,673 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഐ രാമറായ് തൊട്ടടുത്ത ഇതര സ്ഥാനാർത്ഥിയായിരുന്ന CPMലെ എം ബാലാനന്ദനെ 2,62,904 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1989 മുതൽ 2014 വരെ 35 വർഷത്തോളം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു കാസർഗോഡ്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ CPMലെ KP സതീഷ് ചന്ദ്രനെ 4,74,961 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. BJPക്ക് വേരോട്ടമുള്ള കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാറിന് 16% വോട്ട് ലഭിച്ചിരുന്നു. 1,07,049 വോട്ടാണ് രവീശ തന്ത്രിക്ക് ലഭിച്ചത്. ചുരുക്കത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആരുടെ കയ്യിലും ഭദ്രമല്ല. മാറി മാറി വരുന്ന രാഷ്ട്രീയ ചരിത്രമാണ് കാസർഗോഡ് ജില്ലയ്ക്കുള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 14,19,355 വോട്ടർമാരാണുള്ളത്. നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്ത് 2,20,320 വോട്ടർമാരും, കാസർഗോഡ് 2,432 വോട്ടർമാരും, ഉദുമയിൽ 2,13,659 വോട്ടർമാരും, കാഞ്ഞങ്ങാട്ട് 2,15,778 വോട്ടർമാരും, തൃക്കരിപ്പൂരിൽ 2,922 വോട്ടർമാരും, പയ്യന്നൂരിൽ 1,82,299 വോട്ടർമാരും, കല്യാശ്ശേരി മണ്ഡലത്തിൽ 1,85,945 സമ്മതിദായകരുമാണ് ഉള്ളത്. ജില്ലയിൽ 5,13,579 പുരുഷ വോട്ടർമാരും 5,37,525 സ്ത്രീ വോട്ടർമാരും 7 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമടക്കം 10,51,111 വോട്ടർമാരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 6,367 പുരുഷന്മാരും 6,189 സ്ത്രീകളും 3 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 12,559 കന്നി വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 957 പുരുഷന്മാരും 988 സ്ത്രീകളുമായി 1,945 കന്നി വോട്ടർമാരാണ് ഉള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ 960 പുരുഷന്മാരും 710 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡർമാരുമായി 1,772 കന്നി വോട്ടർമാരാണ് ഉള്ളത്.
ഉദുമ മണ്ഡലത്തിൽ 1491 പുരുഷന്മാരും 1440 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറും ഉൾപ്പെടെ 2932 കന്നി വോട്ടർമാരാണുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 1426 പുരുഷന്മാരും 1348 സ്ത്രീകളുമായി 2774 കന്നി വോട്ടർമാരാണ് ഉള്ളത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 1533 പുരുഷന്മാരും 1603 സ്ത്രീകളുമായി 3136 കന്നി വോട്ടർമാരാണ് ഉള്ളത്. ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതി പ്രകാരം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്കായി 111,43 ലക്ഷം രൂപ ചെലവഴിച്ചു. മുൻ MP വാങ്ങാതെ പോയ പദ്ധതി വിഹിതമായ 2.5 കോടി രൂപയും വാങ്ങി മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചതായും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. എനിക്ക് 17 കോടി രൂപയാണ് 5 കൊല്ലം കൊണ്ട് വികസന ഫണ്ട് കിട്ടിയത്. 2.5 കോടി രൂപ എൻ്റെ മുൻഗാമിയായ MP ശ്രീ P. കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയി. അത് കണ്ടുപിടിച്ച് കേന്ദ്ര ഗവൺമെൻറ് എഴുതി ആ 2.5 കോടിയും കൂടെ എനിക്ക് അനുവദിച്ചു. കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ MPമാർക്കും 17 കോടി 5 കൊല്ലം കൊണ്ട് കിട്ടിയപ്പോൾ എനിക്ക് 2.5 കോടിയും കൂടെ ചേർത്ത് 19.5 കോടി രൂപയും ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 12ഓളം ബസ്സുകൾ ഞാൻ വിവിധ സ്കൂളുകൾക്കായി നൽകിയിട്ടുണ്ട്. 5ഓളം ആംബുലൻസുകൾ വിവിധ ആശുപത്രികൾക്കായി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന് 60 ലക്ഷം രൂപയ്ക്ക് 5 വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഏതാണ്ട് 7ഓളം കമ്മ്യൂണിറ്റി ഹാള്, അതുപോലെ തന്നെ പട്ടികവർഗക്കാർക്ക് വേണ്ടി ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ടഫ് കോർട്ട് കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 1,71 ലക്ഷം, സാമൂഹ്യ ക്ഷേമ മേഖലയിൽ 54 ലക്ഷം, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ 3,50 ലക്ഷം, തെരുവ് വിളക്കുകൾക്ക് വേണ്ടി 11,36 ലക്ഷം, കുടിവെള്ള വിതരണത്തിന് 30 ലക്ഷം രൂപ, സ്പോർട്സിന് വേണ്ടി 50 ലക്ഷം രൂപ, അങ്ങനെ 17 കോടി രൂപ മുഴുവൻ ചെലവാക്കിയ ഒരു MPയാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒരു 75% പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പാർലമെൻറ്റിൽ ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കാസർഗോട്ട് ജനങ്ങൾക്ക് മൊത്തം അറിയാം. എൻഡോസൾഫാൻ്റെ ഇരകൾക്ക് വേണ്ടി, കാസർഗോട്ട് ഒരു എയിംസ് അനുവദിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പെരിയയിൽ ഒരു എയർ സ്ട്രിപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടി, ബേക്കൽ കോട്ടയെ ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിനെക്കുറിച്ച്, കാസർഗോട്ട് ഒരുപാട് വികസിത പദ്ധതികൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ബെൽ EML അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് 51% ഷെയർ എൻ്റെ ഇടപെടൽ കൊണ്ടാണ് കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകിയത്. തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളും കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനായി കളക്ടറേറ്റിൽ പ്രത്യേക കൌണ്ടറും സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുടെ കൊടിയേറ്റം നടക്കുന്ന സമയമാണിത്. നീലേശ്വരം തളിയിൽ ശിവക്ഷേത്രത്തിലും മന്ദപുരത്ത് കാവിലും ഉത്സവങ്ങൾക്ക് സമാരംഭമായി. പൂരക്കാലം വരുന്നതോടെ വിവിധ ക്ഷേത്രങ്ങളിലും സ്ഥാനങ്ങളിലും പൂരക്കളിയും മറത്തുകളിയും ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലയിലെ കടുത്ത ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും വന്നതോടെ പാർട്ടികളും നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ഒരുങ്ങിക്കഴിഞ്ഞു. ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ എന്നുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. 35 വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം നിലനിർത്താൻ UDFും എങ്ങനെയായാലും മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നുള്ള വാശിയിലുമാണ് LDFും. ശക്തമായ പോരാട്ടം ഉറപ്പുവരുത്തുമെന്ന വിജയപ്രതീക്ഷയോടെ BJPയും. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് തീപാറുമെന്നുറപ്പാണ്. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം AIRnewsfeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.